ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പം എല്ലാ കൂട്ടുകാർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങൾക്കൊക്കെ സുഖമായിട്ടിരിക്കണം കേട്ടോ, കുഴപ്പങ്ങളൊന്നുമില്ല. അച്ഛനും തന്നെ സുഖമായിട്ടിരിക്കണു, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടെ അനിയൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനുണ്ടാക്കിയ കേക്കാണ് കേട്ടോ. അപ്പോൾ അത് 2 ലെയറാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ കേക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ക്രം കോട്ട് ചെയ്തിട്ട് ജസ്റ്റ് 2 ലെയർ എങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അപ്പോൾ റെഡ് വെൽവെറ്റിൻ്റെ കേക്കാട്ടോ. അപ്പോൾ ഇത് മുകളിൽ വെക്കണ കേക്കാണ്. അപ്പോൾ റെഡ് കളറാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. വളരെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. നമ്മൾക്ക് മക്കൾക്ക് തന്നെയല്ലേ കഴിക്കാനുള്ളത്. അപ്പോൾ ഞാൻ നല്ല കളറൊന്നും ചേർത്തിട്ടില്ല, കുറച്ച് കളറേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഞാൻ ക്രം കോട്ട് ചെയ്തേമേ ക്രീമൊക്കെ തേച്ചു. പിന്നെ അതാ ഞാനൊരു സ്കെയിലുണ്ട്, സ്പൈഡർമാൻ്റെ തീം കേക്കാട്ടോ. അപ്പോൾ സ്പൈഡർമാന് വേണ്ടി നെറ്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കെയിലുകൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുക കേട്ടോ. അങ്ങനെ വരഞ്ഞു കൊടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ ലൈനൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ അതാ ഞാൻ ചോക്ലേറ്റ് ഗണാഷ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ പൈപ്പിംഗ് ബാഗ് കുറച്ച് ഹോളിട്ടത് കുറച്ച് വലുതായിപ്പോയി. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, കുറച്ച് ചെറുതാവണ്ടേന്ന് കേട്ടോ. പിന്നെ വേറെ ഒരു പൈപ്പിംഗ് ബാഗിൻ്റെ കയ്യിലുണ്ടായിരുന്നതുമില്ല. അപ്പോൾ ഞാൻ അതന്നെ വെച്ച് കണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. എന്നാലും കുഴപ്പമില്ല, ചില സ്ഥലത്തൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി. പിന്നെ അപ്പോൾ അതാ ഞാൻ ഇതേപോലെയൊക്കെ വരച്ചു കൊടുത്തു കേട്ടോ. കേക്കിൻ്റെ സൈഡിലും തന്നെ ഞാൻ സ്കെയിലൊന്നും ഇങ്ങനെ വെച്ചുകൊണ്ട് അങ്ങനെ തന്നെയാണ് കേട്ടോ വരച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ ഇതാണ് അടിയത്തെ ലെയർ കേട്ടോ. അതിനും തന്നെ ഒരു നീല കളറ്, നല്ല ബ്ലൂ ഒന്നും ചേർത്തിട്ടില്ല, ഒരു ലൈറ്റ് ബ്ലൂ ആക്കിയിട്ടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. കളറ് കൂടുതൽ ചേർക്കേണ്ട വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ അതും തന്നെ ഒന്ന് ക്രീം സെറ്റാക്കിയിട്ട് ഇതുപോലെ സ്കെയിൽ കൊണ്ട് ചെയ്തിട്ട് പൈപ്പിംഗ് ബാഗ് കൊണ്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഇത് പിന്നെ നമ്മൾ കേക്ക് മുകളിൽ വെച്ചിട്ട് ചെയ്താലും മതി. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ 2 ലെയർ ചെയ്യണത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ഫാൾട്ടാണ് ഇപ്പോൾ ഇതൊക്കെ. ശരിക്ക് ഇങ്ങനെ നമ്മൾ മുകളിലേക്ക് കേക്ക് വെച്ചതിന് ശേഷം ഇങ്ങനെ സൈഡിൽ കൂടെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതിയായിരുന്നു. ഞാനെന്തോ അങ്ങനെ എനിക്കപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി, അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തു. പിന്നെ അതാ ഞാൻ അടിയത്തെ ലെയറിനും ഇങ്ങനെ നെറ്റായിട്ട് വരച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചു നെറ്റ് വരയ്ക്കേണ്ട, പ്ലെയിനായിട്ട് അങ്ങനെ ഇടാം, മുകളിൽ മാത്രം നെറ്റ് കൊടുത്തുകൊണ്ട് അങ്ങനെ ചെയ്യാമെന്നൊക്കെ കരുതിയിട്ടോ. അപ്പോൾ ലച്ചുമോൾ ഇങ്ങനെ പറഞ്ഞു, അമ്മ രണ്ടിലും വേണം. അപ്പോൾ ഞങ്ങൾ കുറേ വീഡിയോസൊക്കെ ഇങ്ങനെ നോക്കി, ഫോട്ടോസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ അടിയിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾ പറഞ്ഞു, അമ്മ അങ്ങനെ കൊടുക്കുക, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്തതാട്ടോ. ഇപ്പോൾ സ്കൂളില്ലാത്തതുകൊണ്ടേ അവളുണ്ടാവും ഇത് ഉണ്ടാക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞു തരും ഓരോ അഭിപ്രായങ്ങളും. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യലാട്ടോ ഞങ്ങൾ. പിന്നെ എന്താ ഞാൻ അതേ ക്രീം വെച്ചിട്ട് തന്നെ ചെറിയൊരു ഡെക്കറേഷൻ താഴെ അടിയിൽ കൂടെ ഒന്ന് കൊടുത്തുട്ടോ. ചെറിയൊരു ഫ്ലവറായിട്ട് ഇങ്ങനെ കൊടുത്തുട്ടോ, ഒരു കാണാനൊരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ കളർ തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ അതാ ഞാൻ മറ്റേ ലെയർ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു ചെറിയ സ്റ്റിക്ക് എടുത്തിട്ട് ഇങ്ങനെ 4-5 കുത്തി കൊടുത്തുട്ടോ അടിയിൽ. അല്ലാന്ന് വെച്ചെങ്കിൽ നമ്മുടെ കേക്ക് വെക്കുമ്പോൾ ചിലപ്പോൾ താഴ്ന്ന് പോയാലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഒരു സ്പാച്ചിൽ എൻ്റെ ആ സ്കെയിലും വെച്ചങ്ങാണ്ട് പൊന്തിച്ചങ്ങാണ്ട് പതുക്കെ അങ്ങോട്ട് വെച്ച് കൊടുത്തുട്ടോ. എന്നിട്ട് അത് പതുക്കെ ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ സ്പീഡ് നമ്മുടെ വീഡിയോയിലാവുമ്പോൾ കുറച്ച് സ്പീഡിലാക്കിയിട്ടല്ലേ ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം കേട്ടോ പതുക്കെ എടുക്കാൻ പാടുള്ളൂ. അല്ലാന്ന് വെച്ചെങ്കിൽ തെന്നിപ്പോയാൽ പണി വാളും. അപ്പോൾ അതാ ഞാനതൊക്കെ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ അടിയിൽ ചെയ്ത പോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലവർ കുത്തി കൊടുക്കുക കേട്ടോ, ഒന്ന് ഫിനിഷിങ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതാ ഞാൻ ആ ചോക്ലേറ്റ് കൊണ്ട് തന്നെ ബോർഡിലാണ് കേട്ടോ പേരെഴുതിയത്. മറ്റേതൊക്കെ ടോപ്പർ ഇങ്ങനെ വെച്ച് കൊടുക്കുക വിചാരിച്ചു. പിന്നെ അതാ സ്പൈഡർമാൻ്റെ ഒരു ടോപ്പർ വെച്ച് കൊടുത്തു. പിന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെയും വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഈ ഒരു 2 എന്നുള്ളത് 2ാമത്തെ വയസ്സാട്ടോ. അപ്പോൾ അവൻ്റെ 2 എന്നുള്ളത് എവിടെ കുത്തണം എന്നിങ്ങനെ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. മുന്നിൽ കുത്തണോ ബാക്കിൽ കുത്തണോ എവിടെ വെച്ചാൽ അപ്പോൾ ശരിക്കും കാണും. അത് ഗോൾഡൻ കളർ തന്നെ ആയതുകൊണ്ട് എവിടെ വെച്ചാൽ കാണും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അടിയിൽ ഒരു സ്പൈഡർമാനെ വെച്ച് കൊടുത്തു കേട്ടോ. പിന്നെ ഏതായാലും ഞങ്ങൾ സൈഡിൽ തന്നെ ആ 2 അങ്ങ് വെച്ച് കൊടുത്തു. ഇതാ കണ്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്.
അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കണു. അപ്പോൾ അതാ വൈകുന്നേരത്താട്ടോ ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വൈകുന്നേരത്ത് ചെയ്യാൻ വിചാരിച്ചു. ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അച്ഛനിപ്പോൾ സുഖമില്ലാതിരിക്കാവുകൊണ്ട് അധികം വലിയ പരിപാടിയൊന്നും വേണ്ട വിചാരിച്ചിട്ടേ. അപ്പോൾ ഞങ്ങൾ തന്നെ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ കഴിഞ്ഞ വീഡിയോയിൽ അമ്മമ്മേൻ്റെ വീട് ഇവിടെ അടുത്താണെന്ന്. അപ്പോൾ അമ്മമ്മേൻ്റെ അവിടുത്തോരും ഉണ്ട്. പിന്നെ ചേച്ചി വന്നിട്ടില്ല. ചേച്ചീൻ്റെ അനിയൻ്റെ കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവർക്കും വരാൻ പറ്റിയില്ല. രണ്ടുപേരും ഒരു ദിവസം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അവരെത്തിയിട്ടില്ല. പിന്നെ രഞ്ജുവിൻ്റെ അമ്മയും അച്ഛയും അനിയനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. അന്ന് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അപ്പോൾ കേക്ക് കട്ടിങ്ങിൻ്റെ വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴത്തേന് ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് കേക്ക് കട്ടിങ്ങും കേക്ക് കഴിക്കലും കഴിഞ്ഞപ്പോഴത്തേന് കറണ്ട് അങ്ങോട്ട് പോയി. പിന്നെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ കറണ്ട് ചതിച്ചു. അപ്പോൾ എന്തായാലും കേക്കും ബർത്ത്ഡേൻ്റെ വിശേഷങ്ങളുമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. കൂടെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻ്റായിട്ടൊന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്